എൻ്റെ ദൈവമേ, ഞാൻ ഒരാഴ്ചയിൽ ഇവിടുന്ന് മാറി നിന്നുള്ളൂ. അപ്പോഴേക്കും വീടിൻ്റെ കോലം നോക്കി ആകെ മാറാലൊക്കെ ആയിട്ട്. അടിച്ചു വാരലും തുടക്കലൊന്നും നടന്നിട്ടില്ല തോന്നുന്നു. ഒരു കൊല്ലമായിട്ട് ഇവിടെ ആളും താമസമൊന്നും ഇല്ലാത്ത പോലെയാണ്. അമ്മ പൊക്കോ, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വിട്ടാതെ മൂന്നാണ് കാണിച്ചു കൊടുക്കണ്ടേ. അല്ല, നിങ്ങൾ മൂന്നാൾ ഇവിടെ എന്താ കാണിച്ചിരുന്നത്? എന്നും അടിച്ചു വാരി തുടയ്ക്കണം, ചെടികൾക്ക് വെള്ളം നനയ്ക്കണം. ഈ രണ്ട് കാര്യമല്ലേ ഞാൻ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. അതുപോലും വൃത്തിക്ക് ചെയ്തിട്ടില്ല. ഒരാഴ്ച മാറി നിന്നപ്പോൾ മുട്ടുവേദനയ്ക്കും നടുവേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അത് പോയി കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ അടിച്ചു വാരി തുടയ്ക്കലും പൊടി തട്ടലൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാം തിരിച്ചു വരും. ഞാൻ എന്തിനാണാവോ പോയത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ പോണില്ല എന്ന്. അപ്പം എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് ഇതാണ് ഞാൻ ഇങ്ങോട്ടും പോണില്ല എന്ന് പറയണത്. അല്ല മക്കളെ, ഇതൊക്കെ നിങ്ങൾ തന്നെ ഉപയോഗിക്കണ ബാത്റൂം അല്ലേ? അതൊക്കെ ഒന്ന് വൃത്തിക്ക് വെച്ചോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പോണില്ല. എൻ്റെ ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല, എല്ലാം ഉണങ്ങി നിൽക്കുക. എങ്ങനെ നട്ട് വളർത്തിയതാണ് ഞാൻ. അതിന് കുറ്റങ്ങൾക്കുണ്ടോ വല്ല ബോധവും? ആ ടൂറൊക്കെ നന്നായിരുന്നു, എല്ലാം നന്നായി പോയി. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അയ്യോ, വീടിൻ്റെ കാര്യമൊന്നും പറയണ്ട എൻ്റെ പൊന്ന് ചേച്ചി. ഒരാഴ്ച ഞാൻ പോയി. ഒരാഴ്ചയായിട്ട് ഇവിടെ അടിച്ചു വാരലും തുടയ്ക്കലും തിരുമ്പലും ഭക്ഷണം ഉണ്ടാക്കലും ഒന്നും ഉണ്ടായിട്ടില്ല. അയ്യോ, ഒന്നും പറയണ്ട. ആകെ പൊടിയും ചളിയും എല്ലാം കൊണ്ട് എനിക്കൊരാഴ്ചക്കുള്ള പണിയായി. അടുക്കളയുടെ കാര്യം പറയേ വേണ്ട. അവർ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് അതിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി കളയാനാ? ഇതാണ് ഞാൻ ഇങ്ങോട്ടും പോണില്ല എന്ന് പറയണത്. പോയി വന്ന ഇതവസ്ഥ. ശരി, ഞാൻ വിളിക്കാം. ഈ പണിയൊക്കെ തീർക്കണ്ടേ?